വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് നാടൻ മുട്ട. സംഘടിതമായ സംഭരണ രീതിയോ വിപണിയോ ഇല്ലാത്തതിനാൽ മുട്ട ഉൽപാദന രംഗത്തേക്ക് വരാൻ കർഷകർ മടിക്കുകയാണ്. അതേസമയം സാധാരണ മുട്ടയുടെ വില കുതിച്ചുയരുകയാണ്. കേരളത്തിൽ പല വീടുകളിലും ഒരു കാലത്ത് കോഴികളെ വളർത്തിയിരുന്നു. വീട്ടിലെ ആവശ്യങ്ങൾക്ക് പുറമെ പല സ്ത്രീകൾക്കും ചില്ലറ വരുമാനവും ഇതിൽ നിന്നും ലഭ്യമായിരുന്നു. എന്നാൽ ആവശ്യക്കാർ ഏറെയുണ്ടെങ്കിലും നാടൻ മുട്ട ഇന്ന് ലഭ്യമല്ല. 10 മുതൽ 15 വരെയാണ് ഒരു നാടൻ കോഴിമുട്ടയുടെ വില. സംഭരണ രീതിയോ വിപണിയോ ഇല്ലാത്തതിനാലാണ് മുട്ട ഉൽപാദന രംഗത്തേക്ക് കടന്നുവരാൻ കർഷകർ മടിക്കുന്നത്. ലാഭവും കുറവ്, തീറ്റയും കൂടുതലായി വേണം. മുട്ട വ്യാപാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇവിടെ ഉൽപാദന ചെലവും അതിൻ്റെ കൂലിയും ഒക്കെ വെച്ച് നോക്കിയാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പിന്നെ നാടൻ മുട്ട പോഷകമുള്ളതാണ്. പക്ഷെ നാടൻ മുട്ട വളർത്താൻ, അത് കോഴി വളർത്താനുള്ള പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ 2-3 കാര്യങ്ങളുണ്ട്. ഈ തീറ്റയ്ക്ക് വലിയ വിലയാണ്, കുഞ്ഞുങ്ങൾക്ക് വലിയ വിലയാണ്. അതിനൊക്കെ ഒന്ന് എന്തെങ്കിലും ഗുണപരമായിട്ട് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനോ ഒരു പ്രോത്സാഹനം നൽകാനോ ഇവിടെയുള്ള കാർഷിക വകുപ്പും അത് മൃഗസംരക്ഷണ വകുപ്പും ഒന്നും ചെയ്യുന്നില്ല. വീടുകളിൽ കോഴികളെ വളർത്തുന്നത് ലാഭകരമാണെങ്കിലും സ്ഥലം ഉള്ളവർക്കേ വളർത്തൽ സാധിക്കുകയുള്ളൂ. കീരി, നായശല്യവും കോഴി വളർത്തലിനെ തിരിച്ചടിയാണ്. എന്നാൽ സാധാരണ മുട്ടയുടെ വില കുതിച്ചുയരുകയാണ്. ക്രിസ്മസ് പുതുവത്സരമായതിനാൽ കേക്ക് ഉൽപാദനം കൂടിയതാണ് വില കുതിക്കാനുള്ള കാരണം. ജനം, കോഴിക്കോട്.